130ാമത് മാരാമൺ കൺവെൻഷനായി പമ്പാതീരം ഒരുങ്ങുകയാണ്. മാരാമൺ കൺവെൻഷന് നേതൃത്വം നൽകുന്ന മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അധ്യക്ഷനാണ് അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് എപ്പിസ്കോപ്പ തിരുമേനി. കഴിഞ്ഞ വർഷം മാരാമൺ കൺവെൻഷന് അനുഗ്രഹീതമായ നേതൃത്വം അഭിമന്യ തിരുമേനി നിർവഹിച്ചു. ഇക്കൊല്ലം കൺവെൻഷന് വേണ്ടി ഒരുങ്ങുകയാണ്. തിരുമേനിയുടെ ജീവിതത്തിലെ കൺവെൻഷൻ അനുഭവങ്ങൾ, ചെറുപ്പകാലത്ത് കൺവെൻഷനിൽ നടത്തിയതായ സന്ദർശനം, കൺവെൻഷൻ കേൾക്കുവാൻ വേണ്ടി എത്തിയ സന്ദർഭം, ആ ഓർമ്മകൾ തിരുമേനി പങ്കുവെക്കുന്നു. കൂടാതെ ഈ വർഷത്തെ കൺവെൻഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയവ നമ്മുടെ മാർത്തോമ വിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് അഭിമന്യ തിരുമേനി പങ്കുവയ്ക്കുന്നു. തിരുമേനിയെ ഈ എപ്പിസോഡിലേക്ക് വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുമേനി, മാരാമൺ കൺവെൻഷൻ ഒരുങ്ങുകയാണ്. പമ്പാതീരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. തിരുമേനിയുടെ ചെറുപ്പകാലത്തെ കൺവെൻഷൻ സന്ദർശനം, ഇവിടുത്തെ കൺവെൻഷനിൽ ലഭിച്ചതായ അനുഭവങ്ങൾ, അത് ജീവിതത്തിൽ എപ്രകാരം സ്വാധീനിച്ചു, അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കഴിയും? മാരാമൺ കൺവെൻഷൻ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരു ആത്മീക പ്രചോദനം നൽകുന്ന അനുഭവമാണ്. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൺവെൻഷനിൽ സംബന്ധിച്ച് കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ളതായ ഒരു താല്പര്യവും ആവേശവും ഉണർത്തുന്നതായ ഒരു ആത്മീക അനുഭവമാണ് മാരാമൺ കൺവെൻഷൻ. സാധാരണ ഓരോ പെരുന്നാളുകളിലൊക്കെ പോകുന്ന ആളുകൾ എന്താണ് അവിടെ നേടുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ സംബന്ധിക്കുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് ദൈവവചനം ശ്രവിച്ചുകൊണ്ട് ദൈവിക സാന്നിധ്യം കൂടുതലായി അനുഭവിപ്പാനായിട്ട് ഉള്ള ഒരവസരമായിട്ട് മാരാമൺ കൺവെൻഷൻ തീരുന്നുണ്ട്. ചെറുപ്പകാലങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് മാതാപിതാക്കളോടൊപ്പം ഈ കൺവെൻഷനിൽ പതിവായി വന്നതായ സാഹചര്യങ്ങളെ ഓർക്കുകയാണ്. ഒരു കുട്ടിയായിട്ട് മണൽപ്പുറത്ത് ഓടി നടക്കുവാനും പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ എല്ലാ യോഗങ്ങളിലും കഴിവതും സംബന്ധിപ്പാനും ഒക്കെ അന്ന് സാധ്യമായി തീർന്നു. പ്രധാനമായിട്ട് മാതാവിൻ്റെ കുടുംബം കോഴഞ്ചേരി ആയതിനാൽ അവിടെ വന്ന് താമസിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഈ കൺവെൻഷനിൽ പങ്കുചേരുന്നത് ഒരാഘോഷത്തിൻ്റെ അനുഭവമായിട്ടും തീർന്നിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തിൻ്റെ ഒത്തുചേരൽ, ഈ ഒരു ആഘോഷം എന്നും പുലർത്തുന്ന, കാത്തു സൂക്ഷിക്കുന്ന ഒരു സന്തോഷ ജീവിതാനുഭവമാണ്. ആ രീതിയിൽ കൺവെൻഷൻ്റെ സ്വാധീനം വളരെയധികം മാർത്തോമ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ചെറുപ്രായം മുതൽ ഈ സഭ, ക്രൈസ്തവ വിശ്വാസികൾ, മറ്റ് മതസ്ഥർ എല്ലാവരും ഒരുമിച്ച് എങ്ങനെ ചേർന്ന് വരുവാൻ സാധിക്കും, ഒരുമിച്ച് ഈ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കുന്നതിലൂടെ ആത്മീക ചൈതന്യം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതായ ഒരു വിശാല ദർശനം അത് ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ സഹായകരമായി തീർന്നു എന്നത് സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. ഇന്ന് മാരാമൺ കൺവെൻഷന് നമ്മൾ കൂടി വരുമ്പോൾ ആ ഒരു ദർശനം ഒട്ടും മങ്ങിപ്പോകാതെ മാർത്തോമ സഭയുടെ പ്രത്യേക വേദപുസ്തക ആ ഒരു ഊന്നൽ നൽകുന്നതായ പ്രവർത്തന രീതി, സാക്ഷ്യ നിർവഹണം, ദൈവവചനത്തോടുള്ളതായ ആഭിമുഖ്യം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നതായ ഒരു അവസ്ഥയായിട്ടാണ് മാരാമൺ കൺവെൻഷനെ നാം കാണുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നതായ ഓരോ വ്യക്തിയിലും ഒരു പുതിയ ചൈതന്യം ഉളവാക്കുന്ന അനുഭവം. പ്രത്യേകിച്ച് ദേശവാസികൾ ഒരു ഉണർവിൻ്റെ അനുഭവത്തിൽ മാറുന്നതായ ഒരു ആഘോഷം. ദേശവും മനുഷ്യരും ഒരുമിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ബോധത്തിൽ സൃഷ്ടിയുടെ പുതുക്കം സാധ്യമാക്കുന്നതായ ദൈവവചന പ്രഘോഷണം ഒരാഴ്ച വട്ടം മാരാമണിൽ നടക്കുമ്പോൾ
ഇത് അനേകരിൽ വലിയ സ്വാധീനം ഈ നാളുകളിൽ ചെലുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 129 വർഷങ്ങൾ അനുഭവിച്ചതായ നന്മകൾ എത്ര വലുതാണ് എന്നോർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം കരയറ്റുകയും 130ാമത് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ചിട്ടയോടുകൂടെ ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾ ഇതുവരെയും നിർവഹിക്കാൻ ദൈവം സാധിച്ചു. ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ളതായ പരിപാലന നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ശിക്ഷണബോധത്തോടുകൂടെ കടന്നു വരുന്നതായ ജനലക്ഷങ്ങൾ ദൈവം വലിയവൻ എന്ന് സാക്ഷിപ്പാൻ ഇടയായിത്തീരുന്ന ഒരവസരമായി ഇത് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പിന്നെ തിരുമേനി, മാരാമൺ കൺവെൻഷനിലെ ഏറ്റവും ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രസംഗങ്ങളും പാട്ടുകളും. തിരുമേനിയുടെ ജീവിതത്തെ ഈ പ്രസംഗങ്ങളും ഈ പാട്ടുകളും എങ്ങനെയൊക്കെ സ്വാധീനിച്ചു? പ്രത്യേകമായി മാരാമൺ കൺവെൻഷനിലെ പ്രാസംഗികരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടെയാണ്. ദൈവവചനം ജനങ്ങളിൽ എപ്രകാരമാണ് ഒരു ചലനാത്മക ശക്തിയായിട്ട് മാറുന്നത്, അത് എല്ലാവർക്കും ഉൾക്കൊള്ളുന്നതായ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ ആ ഒരു ദൈവവചനത്തിൻ്റെ മാഹാത്മ്യം എങ്ങനെ വെളിപ്പെടുത്തുവാൻ സാധിക്കും? ആ രീതിയിൽ ഈ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാനും ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ അത് വിചിന്തനം ചെയ്യുവാനും ഉള്ളതായ വലിയ ഒരു കഴിവ് ഉള്ള വ്യക്തികളെയാണ് പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ രീതിയിൽ ഇവിടെ നടക്കുന്നതായ പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ ഒരു പക്ഷേ ഞാൻ ചെറുപ്രായം മുതൽ വരുന്ന സമയത്ത് അത് വിദേശ പ്രാസംഗികരായാലും തദ്ദേശീയരായ പ്രാസംഗികരായാലും അവരുടെ എല്ലാ പ്രസംഗങ്ങളെ വളരെ ആകാംക്ഷയോടുകൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം വന്നത് വൃഥാവായില്ല എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മിൽ ഭരിക്കുന്ന ഒന്നാണ്. അതിനെല്ലാം മാറ്റുകൂട്ടുന്നത് ഇവിടെയുള്ളതായ ദിവ്യ സംഗീതമാണ്. പ്രത്യേകിച്ച് പുതിയ പുതിയ ഗാനങ്ങൾ രചിച്ച് ഈ ഒരു നല്ല രീതിയിൽ പാട്ടുകളൊക്കെ പാടി ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള നാളുകളിലേക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ പുതിയ ഉന്മേഷം പകരുന്നതായ ഗാനങ്ങൾ മാരാമൺ കൺവെൻഷൻ്റെ പ്രത്യേകതയാണ്. അത് വളരെയധികം സ്വാധീനം എന്നിൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് ഈ സമയത്തെ അഭിമാനത്തോടുകൂടെ പറയുവാൻ സാധിക്കും. അതിനൊക്കെ നേതൃത്വം നൽകുന്നതായ പട്ടക്കാർ, ഗായക സംഘ അംഗങ്ങൾ, അവരെല്ലാം അർപ്പണബോധത്തോടുകൂടെ വളരെ നാളുകൾ അതിൻ്റെ പരിശീലനമൊക്കെ കഴിഞ്ഞാണ് ഈ ഒരു ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതുകൊണ്ട് അനേകരുടെ പങ്കാളിത്തം ഈ മാരാമൺ കൺവെൻഷനിൽ നമുക്ക് അനുഭവമാകുന്നുണ്ട്. നിസ്വാർത്ഥമായ സേവനം അനുഭവമാകുന്നുണ്ട്. ഇതെല്ലാം ആത്യന്തികമായിട്ട് ദൈവരാജ്യത്തിൻ്റെ വർധനവിനും ദൈവത്തിന് മഹത്വം കരയറ്റുന്നതായ വലിയ ശുശ്രൂഷയുമാണ് എന്നുള്ള ബോധത്തിൽ പ്രവർത്തിപ്പാൻ സാധിക്കുന്നു. ഇത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും കൺവെൻഷനിൽ സംബന്ധിക്കുമ്പോൾ ആകർഷിച്ചതായ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒട്ടേറെ പ്രഭാഷകർ മാരാമൺ കൺവെൻഷനിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മുടെ ഈ പ്രഭാഷണത്തിൽ ഈ സ്റ്റാൻലി ജോൺസ് വളരെയധികം മാരാമണ്ണ് പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. ചെറുപ്രായം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെല്ലാം തന്നെ ഈ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു അനുഭവം, അതിന് ഊന്നൽ നൽകിയുള്ളതായ പ്രഭാഷണങ്ങളാണ് എല്ലായ്പ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു വർധനവിന് വേണ്ടി എപ്രകാരം ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ആയിരിക്കണം, പ്രവർത്തിക്കണം എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അത് എന്നെ വളരെയധികം സ്വാധീനിച്ച ഒന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം ഭാരതത്തിലെ ഒരു ഭാരതീയ പശ്ചാത്തലത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒരു നമ്മുടെ സംസ്കാരത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി ദൈവവചനം അത് പ്രഘോഷണം ചെയ്യുമ്പോൾ അതിൻ്റെ നന്മ
വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സർവരെയും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതായ ബോധത്തിൽ കണ്ടുകൊണ്ട് മനുഷ്യവർഗത്തോട് എങ്ങനെ നമുക്ക് താതാത്മ്യപ്പെട്ട് അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും, അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും, ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എങ്ങനെ വളരുവാൻ സാധിക്കും, ഇത് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം തെളിഞ്ഞു നിന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ളതായ ഒരു ദൈവിക ഇടപെടലായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്രകാരമുള്ള ധാരാളം പ്രഭാഷകർ മാരാവണ്ണ് വന്നിട്ടുണ്ട്. തുടർച്ചയായിട്ട് വരുന്ന ചിലരൊക്കെ മുൻപുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത്ര തുടർച്ചയായിട്ട് നമ്മൾ ആ പ്രഭാഷകരെ ആ രീതിയിൽ എടുക്കുന്നില്ല. കാരണം പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് പുതിയ പുതിയ ആളുകൾ വന്ന് പുതിയ ആശയങ്ങളൊക്കെ നൽകുവാനുള്ള അവസരങ്ങൾ ധാരാളം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഓർത്ത ദൈവത്തിന് നന്ദി കരയട്ടെ. ഈ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ അഭിമന്യ തിരുമേനി കർമ്മനിരതമായ അനുഗ്രഹീതമായ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷത്തെ ഒരു കൺവെൻഷൻ്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാൻ പറ്റും? ഈ വർഷത്തെ കൺവെൻഷനിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നടന്നു. എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ചിട്ടയോടുകൂടെ എല്ലാ കാര്യങ്ങളും ആദ്യാവസാനം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. ഒരു നല്ല ഒരു പ്രവർത്തന രീതി നമുക്കുണ്ട്. അത് സഭയായിട്ട് വർഷങ്ങളായിട്ട് പുലർത്തി പോരുന്ന ഒരു പ്രവർത്തന രീതിയാണ്. ശിക്ഷണ രീതി നമുക്കുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വിശ്വാസികൾ ഈ മണൽപ്പുറത്ത് വന്നു കഴിയുമ്പോൾ സ്വയശിക്ഷണം എങ്ങനെ പാലിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരെയും കൂടുതലായിട്ടൊന്നും നമ്മൾ പഠിപ്പിച്ച് ഇവിടെ അവരെ ഉപദേശിച്ച് ഒരു മാറ്റം ആവശ്യമില്ല. എന്നാൽ കൺവെൻഷനിൽ വരുന്ന സമയത്ത് ഒരു സ്വയശോധനയും സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും ഇതെപ്രകാരം നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരവസരമായിട്ടത് മാറണം. കഴിഞ്ഞ വർഷത്തെ പ്രഭാഷണങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ നമുക്കെങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു നല്ല വ്യക്തിയായിട്ട്, അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഈ ദൈവിക പ്രവർത്തനത്തിൽ പങ്കാളികളായി ജീവിക്കാം എന്നുള്ള സന്ദേശങ്ങൾ ധാരാളം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അത് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളം എത്തി എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഈ വർഷത്തെ കൺവെൻഷനിൽ നമ്മുടെ പന്തല്, അതിൻ്റെ പരിസരം എല്ലാം സജീവമായിട്ടുണ്ട്. വളരെ അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാഷകരായിട്ട് വരുന്ന 3 വ്യക്തികളാണ്. മാർത്തോമാസഭയിൽ നിന്ന് അല്ലാതെ വരുന്നവർ 2 വിദേശീയരും ഒരു ഡൽഹിയിൽ നിന്നുള്ളതായ ഒരു വ്യക്തിയുമാണ്. പ്രത്യേകിച്ച് അവരുടെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരും എന്ന് ഈ സമയത്ത് ആശിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തിരുവേരിമാരെല്ലാവരും ഇതിനകത്ത് പങ്കാളികളാകുന്നുണ്ട്. പെട്ടത്ത സമൂഹത്തിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. സുവിശേഷകർ അത്യധ്വാനം ചെയ്യുന്നതായ ഒരു വലിയ അനുഭവമായിട്ട് മാറുന്നുണ്ട്. ഈ പ്രദേശത്തുള്ളതായ ഇടവകകൾ, വിശ്വാസികൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ളതായ ഒരു സഹകരണം ലഭ്യമാകുന്നുണ്ട്. മറ്റ് മതസ്ഥരുടെയും സഹകരണം എല്ലാ രീതിയിലും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഗവൺമെൻറ്, പ്രത്യേകിച്ച് മിഷണറി എല്ലാം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായാലും മറ്റു വിവിധ രീതിയിൽ പഞ്ചായത്തുകളായാലും എല്ലാം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു കൂട്ടായ യത്നം എന്ന രീതിയിലാണ് നാം കാണുന്നത്. മാർത്തോമാസഭ മാത്രമായിട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. മാർത്തോമാസഭ, അതോടൊപ്പം തന്നെ നമ്മുടെ സുവിശേഷ പ്രസംഗ സംഘം, ഇതൊക്കെ അതിന് നേതൃത്വം നൽകുമ്പോൾ ഈ ദേശത്തിന് അനുഗ്രഹകരമായിട്ട്, മനുഷ്യ ജാതിക്ക് അനുഗ്രഹകരമായിട്ട് ഇത് മാറണം എന്നുള്ളതായ താല്പര്യമാണ് നമുക്കുള്ളത്. ആ രീതിയിൽ ഇതുവരെ നമുക്ക് നല്ല സഹകരണം എല്ലാ രംഗങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഇത് സന്തോഷ വാർത്തയാണ്. തിരുമേനി കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ പന്തൽ മേൽ തന്നെ ഒരു വലിയ കൂട്ടായ്മയുടെ നിദർശനം. തിരുമേനി ഇന്നലെ പന്തൽ മേയുന്നവരോടൊപ്പം പോയി സന്തോഷം പങ്കിട്ടു. ആ ഒരു അനുഭവം എങ്ങനെയൊന്നു? പരമ്പരാഗതമായിട്ട് പ്രത്യേകിച്ച് നാളുകളായിട്ട് നമ്മൾ പുലർത്തുന്ന ഒരു രീതിയാണ് ഈ പന്തൽ ഓല കൊണ്ട് മേഞ്ഞ് അതിൻ്റെ താഴെ ആളുകൾ ഇരിക്കാനുള്ളതായ സൗകര്യം ഒരുക്കുക എന്നുള്ളത്. മുൻപൊക്കെ ഇവിടെ തന്നെ അതിന് ഉള്ളതായ ഇടവകകൾ മുൻകൈ എടുത്ത് അവരുടെ ആളുകളുടെ പറമ്പിൽ നിന്ന് തന്നെ, തെങ്ങിൽ നിന്ന് ഓലയൊക്കെ വെട്ടി
അത് ശരിയാക്കി കൊണ്ടുവന്ന് മേയുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴ് എല്ലായിടത്തും ഓല എടുക്കാൻ പ്രയാസമായതുകൊണ്ട് ഓല നമ്മൾ വെളിയിൽ നിന്ന് വരുത്തുകയും ഇവിടെയുള്ള ഇടവകൾ തന്നെ അത് ഈ ഓല മേഞ്ഞ് സജ്ജമാക്കുകയും ചെയ്യുന്ന ഒരു ക്രമീകരണമായി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ജനപങ്കാളിത്തം എല്ലാത്തിനും ആവശ്യമാണ്. ഞങ്ങളുടേതാണ് എന്നുള്ള ബോധത്തോടുകൂടെ ഈ ദേശം മുഴുവൻ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ ഇടവകയും വളരെ സന്തോഷത്തോടെ വന്നിട്ട് അതുകൊണ്ട് ഒരു ശ്രമദാനം എന്ന രീതിയിൽ ഇവിടെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഇത് ദൈവ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നതായ ഒരവസരമാണ്. അല്പമെങ്കിലും ഇതിൽ പങ്കാളികളായി മാറുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്നതായ ഒരു നല്ല മാതൃകയാണ്. ഇത് പ്രത്യേകിച്ച് അഭിമാനത്തോടു കൂടെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് 1,00,000 പേർക്കിരിക്കാവുന്നതായ വലിയൊരു പന്തൽ അത് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടവും അതിൽ പങ്കാളികളാകുന്ന വ്യക്തികൾ അനേകരാണ്. അതുകൊണ്ട് ആയിരങ്ങളുടെ ഒരു സഹകരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അവരെല്ലാവരും വന്ന് ഇക്കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നതായ ഒരു വലിയ സന്തോഷം. അതുകൊണ്ട് വചനം കേൾക്കുന്നത് മാത്രമല്ല, വചനം കേൾക്കാനായിട്ട് ഒരുക്കപ്പെടുന്നതായ ഒരവസ്ഥയും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൽ ആളുകളുടെ സഹകരണം നമുക്ക് ധാരാളമായി ലഭ്യമാകുന്നു. ഇത് സുവിശേഷത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ ദർശനം അത് കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്ന ഒന്നാണ്. സുവിശേഷം ദൈവം നമുക്ക് നൽകി. ആ സുവിശേഷത്തിൻ്റെ വാഹകരായിട്ട് ജീവിക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ സാധിക്കും. നിങ്ങൾ പോകുക എന്ന് പറയുമ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതായ ബോധം എല്ലാവർക്കും ആവശ്യമാണ്. അത് മാരാമണ്ണിൽ കൂടുതലായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ചോദ്യം കൂടെ. സാമൂഹ്യ ജീവിതം, വ്യക്തി ജീവിതം കൂടുതൽ കലുഷിതമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മാരാൻ കൺവെൻഷൻ്റെ ഒരു ഏറ്റവും ഊന്നൽ നൽകുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? മാരാമൺ കൺവെൻഷനിൽ എല്ലായ്പ്പോഴും വ്യക്തികളുടെ മനസാന്തരം, സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും രൂപാന്തരം, ഈ ഒരു ദർശനമാണ് എല്ലായ്പ്പോഴും നമ്മൾ ഊന്നൽ നൽകുന്നത്. ഒരു വ്യക്തി എങ്ങനെ ഒരു സമൂഹത്തിലായിരിക്കണം എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നതായ മനസ്സിലാക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള വ്യക്തികളാണ് ഒരു സമൂഹത്തിൻ്റെ ഒരു രൂപീകരണത്തിനും അതിൻ്റെ രൂപാന്തര അനുഭവത്തിനും സഹായകരമായി തീരുന്നത്. ആ രീതിയിൽ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മനുഷ്യൻ ലോകത്തിലായിരിക്കുമ്പോൾ സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ്, മറ്റു മനുഷ്യരോടുള്ളതായ നമ്മുടെ ഇടപെടൽ എങ്ങനെയാണ്, അവരെ എങ്ങനെയാണ് നാം കാണുന്നത്, എങ്ങനെയാണ് കരുതുവാൻ സാധിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നാം മനസ്സിലാക്കി വളർത്തിയെടുക്കേണ്ടതായ ഒരു നല്ല ദൈവിക ഭാവമാണ്, സ്വഭാവമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. അത് മാരാമണ്ണിൽ എല്ലായ്പ്പോഴും ഊന്നൽ നൽകുന്ന ഒരു വസ്തുതയാണ്.